ഹലോ, ബിഗ് ബോസ് മലയാളം സീസൺ 7 കാര്യങ്ങൾ അല്ല നമുക്ക് പറയാൻ വേറൊരു കാര്യമാണ്. ഈ ഒരു കാര്യത്തിൽ ബിഗ് ബോസിൻ്റെ കാര്യം തന്നെയാണ്. പക്ഷെ ബിഗ് ബോസ് മലയാളത്തിനെ കുറിച്ചല്ല, ബിഗ് ബോസ് ഹിന്ദിനെ കുറിച്ച്. അപ്പം എന്താണ് ആ കാര്യം? അപ്പം നിങ്ങൾ പറഞ്ഞു തരാം. സോ എല്ലാവർക്കും സ്വാഗതം. സോ ഞാൻ അൻസിഫാണ്. സോ ഇതുവരെയായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എല്ലാം ചെയ്ത് കാണുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുത്തുള്ളൂ. അപ്പം എന്തായാലും നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് തന്നെ പോവാം. അപ്പം എൻ്റെ സ്റ്റുഡിയോ നിങ്ങൾക്ക് കാണണ്ടേ? അപ്പോൾ സ്റ്റുഡിയോ കാണണമെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോയിൽ എൻ്റെ സ്റ്റുഡിയോ കാണിക്കുന്നൊരു വീഡിയോ ഇടാം. വലിയ രീതിയിലുള്ള ചെറിയൊരു റൂം അത്ര തന്നെ ഉള്ളൂ. പക്ഷേ എന്നാലും നമുക്ക് സ്റ്റുഡിയോ കാണിച്ചു തരാം, മറ്റൊരു വീഡിയോ കാണിച്ചു തരാം. പക്ഷേ നമുക്ക് ഇപ്പോൾ എൻ്റെ അപ്ഡേറ്റിലേക്ക് തന്നെ പോവാം. എന്താണ് അപ്ഡേറ്റ്? എൻ്റെ അല്ല, ബിഗ് ബോസ് ാണ്. പക്ഷേ ആ ഒരു അപ്ഡേറ്റ് നിങ്ങൾ നെറ്റ് എന്നുള്ള അപ്ഡേറ്റ് ഒന്നല്ല. ബിഗ് ബോസ് മലയാളത്തിനെ കുറിച്ചല്ല, ബിഗ് ബോസിൻ്റെ മലയാളത്തിനെ കുറിച്ചല്ല. എന്നാലും നമുക്ക് രണ്ടും കൂടെ രീതിയിലുള്ളൊരു സാധനമാണ് ഇപ്പോൾ നമുക്ക് ഇത് കിട്ടുന്നൊരു അപ്ഡേറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പറയുകയാണെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺസ്, നിങ്ങളെല്ലാവരും വിചാരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ 7 തുടങ്ങിയിട്ട് ഇനിയുള്ള ബിഗ് ബോസ് നമുക്ക് പ്രതീക്ഷിക്കാവോ? ഇനിയുള്ള ഏതൊരു ബിഗ് ബോസും പ്രതീക്ഷിക്കേണ്ട അങ്ങനെയാണെന്നാണ്. പക്ഷേ അത് നിങ്ങൾക്ക് മാറിപ്പോയി. ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്ന ബിഗ് ബോസ് ഹിന്ദി ബിഗ് ബോസ് ഉണ്ടെന്നാണ്. അത്രയാണ് നമുക്കറിയാൻ വയ്യ. പക്ഷെ അതിനകത്തും വലിയൊരു ട്വിസ്റ്റ് നടന്നിരിക്കുകയാണ്. സാധാരണ 100 ദിവസം എത്ര 3 മാസം. പക്ഷേ ഈ ഹിന്ദി ബിഗ് ബോസ് എത്ര 19ാമത്തെ ഒരു സീസണാണ് ഹിന്ദി ബിഗ് ബോസ് വരുന്നത്. അതിനകത്തൊരു ട്വിസ്റ്റ് നടന്നിരിക്കുന്നത്. എന്താണ് ആ ട്വിസ്റ്റ്? അതാണ് നിങ്ങൾ അറിയേണ്ട ട്വിസ്റ്റ്. 5.5 മാസമാണ് കഴിഞ്ഞ വട്ടം. നമ്മളെ നേരത്തെയൊക്കെ ബിഗ് ബോസ് 3 മാസം നടന്നു വരുന്ന ബിഗ് ബോസ് ഹിന്ദി ബിഗ് ബോസിൻ്റെ കാര്യമാണ്. നമ്മളെ ഈ മലയാളം ബിഗ് ബോസ് തമിഴ്, കന്നഡ, തെലുങ്ക് അങ്ങനെയുള്ള ബിഗ് ബോസൊക്കെ കാണാൻ സാധിക്കുന്നത് 100 ദിവസത്തിലാണ്. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് നടന്നിരിക്കുകയാണ്. ഹിന്ദി ബിഗ് ബോസ് 165 ദിവസമാണ് ഉണ്ടെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കിട്ടുന്ന ഒരു അപ്ഡേറ്റ്. 5.5 മാസം. നമ്മൾ സാധാരണ 3 മാസമുള്ളത്, ഇത് 5.5 മാസമാണ് ഉള്ളത്. 165 ദിവസം. അപ്പം ഇതൊക്കെയാണ് നമുക്കിപ്പോൾ കിട്ടുന്ന അപ്ഡേറ്റ്. നമ്മുടെ മലയാളം ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഹിന്ദി ബിഗ് ബോസ് ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പക്ഷേ മലയാളം ബിഗ് ബോസിനെ പറഞ്ഞ കണക്കാൻ ഓഗസ്റ്റ് 3-നോ 10-നോ എന്തായാലും കൺഫേം ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ ഹിന്ദി ബിഗ് ബോസ് ആയിരിക്കും നമ്മുടെ ഈ മലയാളം തുടങ്ങുന്നതിന് വേണ്ടി ഹിന്ദി ബിഗ് ബോസ് തുടങ്ങുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഇന്ന് വിവരം അനുസരിച്ച് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ്. പക്ഷേ ആവാതിരിക്കാം, ആയിരുന്നിരിക്കാം, അതിന് കുഴപ്പമില്ല. സോ നിങ്ങൾക്ക് നമ്മളെ കണ്ടസ്റ്റൻ്റ് എന്ന് വെച്ചാൽ നമ്മളെ ബിഗ് ബോസിൻ്റെ ഈ കൺഫേമിൻ്റെ ഒരാൾ കൺഫേം ആയിരിക്കുന്നതെന്ന് ഇട്ടായിരുന്നു. സോ അടുത്തൊരു കൺഫേം ആയിരുന്ന ആളുടെ പേര് എന്നതാണ്. സോ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പം എനിക്ക് ഒരാളെ പേര് കിട്ടിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കിട്ടുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് അയാളുടെ പേര് ാണ്. സോ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവരും എൻ്റെ പേര് അൻസിഫാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ ഞാൻ അൻസിഫ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എല്ലാം ചെയ്ത് കാണുക. സോ നല്ല മാത്രമേ ഞാൻ അപ്ലോഡ് ആക്കുന്ന ഡെയിലി വീഡിയോസ് നിങ്ങൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.